ഹായ് ഗായ്സ്, ഈശ്വരൊക്കെ പ്രമാണിച്ച് നമുക്ക് ഇന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാം. അതായത് പോർക്ക് വിന്താലുമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പോയാലോ. പോർക്ക് വിന്താലു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് വേണ്ടത് പച്ചമുളകാണ്, കുരുമുളക് കുറച്ച്, ജീരകം കുറച്ച്, കടുക് കുറച്ച്, കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലി വേണം, കുറച്ച് ഉലുവ വേണം, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ ഇച്ചിരി ചുവന്നുള്ളി വേണം, 2 പച്ചമുളക് വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്റ്റവ് കത്തിച്ചു, നമ്മുടെ പാൻ വെച്ചു. ഇത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. മതി. നല്ലെണ്ണ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാരണം നമുക്കിത് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ജീരകം ഇടാം, അതിനകത്തേക്ക് ജീരകം കൂടെ ഇട്ട്, പിന്നെ കടുകും കൂടെ ഇട്ട് നമുക്കൊന്ന്, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടുക, വെളുത്തുള്ളി ഇടുവാണ്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് നമ്മളൊക്കെ ഈ ചൈനീസ് വീഡിയോ പറഞ്ഞാൽ എല്ലാം ഷോർട്ട്കട്ടല്ല. അപ്പം ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഞാൻ ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പം ഞാൻ നമ്മളെ വഴറ്റിയെടുത്ത ഈ ഇൻഗ്രീഡിയൻസ് നമ്മളൊരു മിക്സി ജാറിനകത്തേക്ക് ആക്കുക. അരി ഒഴിക്കാം, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്. അപ്പം നമ്മൾ വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി എടുക്കുന്നത്. ഈ പോർക്ക് കറി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് സൂക്ഷിക്കണം. അതിന് ഒരു ഇച്ചിരി മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പം നമുക്ക് പയ്യെ കുക്കറിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് കേട്ടോ. ശേഷം നമുക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇടാം. അപ്പം നമുക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് അതിൽ ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഉപ്പ് ഇടണം ആവശ്യത്തിന്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം. നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പം മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് പലരുടെയും കുക്കർ വ്യത്യാസമായതുകൊണ്ട് ഞങ്ങൾ 1 വിസിലടിച്ചാൽ മതി. നിങ്ങളുടെ കുക്കറിനെ അനുസരിച്ച് വേവ് നോക്കി വേണം ചെയ്യാൻ. അപ്പം വിറകടുപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. കാരണം ഗ്യാസ് അടുപ്പിനേക്കാളും ടേസ്റ്റ് കിട്ടുന്നത് വിറകടുപ്പിലാണ്. ഇപ്പോഴത്തെ യുദ്ധമൊക്കെ പ്രമാണിച്ച് ഗ്യാസ് കിട്ടാനും പാടായതുകൊണ്ട് വിറകടുപ്പായിരിക്കും കുറച്ചുകൂടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഉത്തമം. അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അപ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചേർക്കാൻ വേണം. പിന്നെ 2 പച്ചമുളക്. ചെറിയ ഉള്ളി ഇട്ടാൽ ഏത് കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ സവാള അരിഞ്ഞാൽ കൂടെ അതിനകത്തേക്ക് ചേർക്കുവാണ്. അതുകൂടെ ഇട്ട് നമുക്ക് കഴിച്ചെടുക്കാം. 1 സവാള. അപ്പം നമ്മുടെ സവാളയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ കൂടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ വേണം. ഗരം മസാല ഇത് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. ചിലപ്പം എന്നൊക്കെ ഉള്ളതെന്ന് അവർക്ക് പോലും അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗ്രാമ്പും പെരിഞ്ചീരകവും കറുവാപ്പട്ടയൊക്കെയാണ് അതിനകത്തുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ വിശദമായ വിവരം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ അറിയിക്കാം.
കുറച്ച് ടൊമാറ്റോ പ്യൂറിയും കൂടെ ഇടുവാണ്. അത് മേടിക്കാൻ കിട്ടും, അത് കിട്ടാൻ മതി. ടൊമാറ്റോ പ്യൂറി ഇല്ലാത്തവർ നമ്മുടെ സാധാരണ ടൊമാറ്റോ ചെറിയ അരിഞ്ഞാൽ കിട്ടാനും മതി. അപ്പം നമ്മുടെ ഇറച്ചി ഞാൻ ഒരു വിസിലേ അടുപ്പിച്ചുള്ളൂ. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനകത്തേക്ക് അങ്ങിടാം. പിന്നെ നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് നല്ല ക്ലിയറായിരുന്നു. പക്ഷേ കോവിഡ് നമുക്ക് പണി തന്നെ പിന്നെ നമ്മുടെ സൗണ്ടിൻ്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നും. അതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ സോറി, ഇത്രയൊക്കെ പറ്റുള്ളൂ സൗണ്ട്. അപ്പം നമ്മളിട്ട വഴറ്റി വെച്ച സംഗതികളെല്ലാം കൂടെ അതിലങ്ങോട്ട് ഇളക്കി ചേർക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കണം ഇട്ട് കഴിയുമ്പോൾ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പുണ്ട്. ഇനി എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് സംഭവം ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. എല്ലാവരും അപ്പം കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഊരി വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ പോർക്ക് വിന്താലു നമ്മുടെ പ്ലേറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അപ്പവും കൂട്ടിയാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒഴിച്ചിട്ട് കൊടുത്തു നോക്കട്ടെ. അതിന്റെ മണമൊക്കെ അടിച്ച് മേലെ നിന്ന് ഓർഡർ വരാൻ തുടങ്ങി. തന്നേക്ക് ചോറ് തന്നേക്കാൻ പറഞ്ഞ്. അപ്പം ഈസ്റ്ററിന് എല്ലാവരും മസ്റ്റായിട്ട് പോർക്ക് വിന്താലു ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഈസ്റ്ററിന് നമ്മുടെ വിന്താലു ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരും.